ഹലോ ഗേയ്സ്, നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ അവൽ പായസം. അവൽ പായസം എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമുക്ക് അവൽ പായസത്തിലോട്ട് പോകാം. അവൽ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് അവലെടുത്തിട്ടുണ്ട്. ഈ കപ്പിന് 2 കപ്പ് അവലെടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് വറുത്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അവലിട്ടിട്ട് അവൽ വറുത്തെടുക്കാം. അവൽ വറുത്തെടുക്കുന്നുണ്ട്. അവലിട്ട് പാത്രം വറുക്കാനെടുത്ത പാത്രം ചെറുതായിപ്പോയി. പക്ഷെ അവൽ ചൂടായി വരുമ്പോൾ കുറഞ്ഞു വരും, ചുരുങ്ങി വരും അവൽ. അതുകൊണ്ട് ഈ പാത്രം കുഴപ്പമില്ല. ചെറിയൊരു കളർ ചേഞ്ച് വരുന്നവരെ അവൽ വറുത്തെടുക്കണം. വേണമെങ്കിൽ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് വറുത്തെടുക്കാം. ഞാൻ നെയ്യ് ഒഴിച്ചിട്ടാണ്. അവൽ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ലിറ്റർ പാൽ വെച്ചാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാലെടുത്ത് അതേ അളവിൽ തന്നെ ഞാൻ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പാൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇളക്കി തിളപ്പിച്ചെടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പായസമാണ് അവൽ പായസം. 10 മിനിറ്റ് മതി. 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ പാൽ നല്ല തീയിൽ തന്നെയാണ് തിളപ്പിച്ചെടുക്കുന്നുള്ളത്. പാൽ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഞാൻ തീ കുറച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാൻ അവലെടുത്ത കപ്പിൽ 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. പാല് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശായിട്ട് അവൽ ചേർത്ത് കൊടുക്കാം. അവൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നന്നായി തിളച്ച് വരുമ്പം തീ ഓഫാക്കാം. അവൽ നമ്മൾ വറുത്തതല്ലേ, അതുകൊണ്ട് കുറേ സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോൾ ഓഫാക്കി എടുക്കാം. നന്നായി തിളച്ചൊന്നു ഞാൻ തീ ഓഫാക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ചൊക്കെ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഏലക്കായും പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പഞ്ചസാരയും കൂടിയിട്ട് പൊടിച്ചത്. ഇനി പായസത്തിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി എണ്ണയിൽ വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി ചേർത്ത് കൊടുക്കാം. പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി അവൽ പായസം റെഡി ആയിട്ടുണ്ട്. ഇതിൽ 3/4 കപ്പ് പഞ്ചസാര കറക്റ്റ് അളവാണ്. ഞാൻ പറഞ്ഞ അളവിലെടുത്ത് കഴിഞ്ഞാൽ 3/4 കപ്പ് പഞ്ചസാര മതി. പായസം റെഡി.